ഹായ്, മലയാളി വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഞാൻ വന്നിട്ട് പനിയൊക്കെ ആയിട്ട് കിടപ്പൊക്കെ ആയിരുന്നു. മനസ്സും പിന്നെ കാലും ഒക്കെ ഒന്ന് ഇടറി അതിൽ നിന്ന് ആദ്യമായിട്ട് നിൽക്കുന്ന കുളിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. യൂട്യൂബും എല്ലാം ആർക്കും ഇഷ്ടമൊന്നുമല്ല, ഇതൊക്കെ അങ്ങനെ നിർത്തിക്കൊള്ളാനാണ് പറഞ്ഞേക്കണം. പക്ഷെ മനസ്സനുവദിക്കുന്നുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ നമ്മൾ ഇത്രയൊക്കെ ആക്കിയില്ലേ. അതുകൊണ്ടിട്ട് എൻ്റെ ഒരു അനിയത്തിൻ്റെ മോളുണ്ട്, അവളെനിക്ക് എൻകറേജ് ചെയ്ത് എന്നെ ഇതിനകത്തോട്ട് ബൂസ്റ്റ് ചെയ്ത് ഇതിനകത്ത് കൊണ്ടുവരണേ. അവളാണ് വീഡിയോ എടുക്കുന്നത്. ഞങ്ങളുടെ അമ്മുക്കുട്ടിയാണ്. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് പോകണം. അപ്പോൾ ഞാനോർത്ത് നമ്മുടെ ഡെയിലി എൻ്റെ കളക്ഷൻസൊക്കെ, എൻ്റെ ഡെയിലി കളക്ഷനും അല്ലാത്ത എൻ്റെ കളക്ഷൻസൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. വെറുതെ വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് ഒരു പട്ട് തോന്നണ്ടേ, അതിന് എല്ലാവരെയും കൂടി നിങ്ങൾ വിളിക്കണേ വില്ലയിലേക്ക്. അപ്പോൾ വില്ലയുടെ അകത്തോട്ട് പോകുന്നുള്ളൂ, എല്ലാവരും കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ ആഭരണപ്പെട്ടി. എൻ്റെ ആഭരണപ്പെട്ടിയിൽ നിന്ന് തുടങ്ങണേനെ എൻ്റെ സാധനങ്ങൾ. പിന്നെ ആദ്യം ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇതാണ് എൻ്റെ ഡെയിലി ഉപയോഗിക്കുന്ന എൻ്റെ സാധനങ്ങൾ. ഞാൻ കാണിച്ചു തരാം. ഇത് എന്തിനും ഏതിനും ഞാൻ ഉപയോഗിക്കുന്നത്. എവിടെ പോയാലും എപ്പോഴും എൻ്റെ ഈ മാലയോടൊപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഒരു മാലയാണ് ഇത്. എപ്പോഴും ഇടുന്നതാണ്, ഡെയിലി ആയിട്ട് ഞാൻ ഇടുന്നതാണ്. കൂടാണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ആവശ്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും നമ്മൾ ഡെയിലി ഇടുന്നത്. ഈ മാലക്ക് പുറമേയായിട്ട് എന്തെങ്കിലും ചെറിയ ഫങ്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ സിമ്പിളായിട്ട് ഇടാനായിട്ട് പറ്റുന്ന കുറച്ച് മാലകളാണ്. എവിടെയെങ്കിലുമൊക്കെ അത് പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്ക് മാറ്റി ഇട്ടുകൊണ്ട് പോകാനായിട്ടുള്ളതാണ്. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ചെറിയ ആവശ്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് പോകാനായിട്ട്, പിന്നെ കല്യാണം ഇങ്ങനെയുള്ളതല്ല, അല്ലാണ്ട് പോകുമ്പോൾ ആയിട്ടുള്ളതാണ്. പിന്നെ മണിമാല, പിന്നെ കുഞ്ഞു മണിമാല. ഇത് എപ്പോഴൊന്നും അല്ല, ചെറിയ ആവശ്യങ്ങൾക്ക്. ഇത് 3 ലെയറിൻ്റെ ചെറിയ മണിമാല തന്നെ കുറച്ചുണ്ട്. ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ആവശ്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും. പിന്നെ ഇതൊരു കുഞ്ഞു മാലയാണ്. ഇത് ലോങ്ങൊക്കെ എവിടെയെങ്കിലും പോകണം. ഇപ്പം ഈ തായ്ലൻഡ്, സിംഗപ്പൂർ, മലേഷ്യയൊക്കെ പോയപ്പോഴത്തേക്കും ഈ സ്വർണ്ണങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ചെറിയ കുഞ്ഞു ഇത് മാത്രമേ ഞാനിട്ടുള്ളൂ പോകാറ്. ഇതാണ് ഡെയിലി ഇടാനായിട്ട്. എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യങ്ങൾക്ക് ഡെയിലി ആയിട്ട് ഉപയോഗിക്കുന്നതും, എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ ഇല്ലാത്ത സമയങ്ങളിൽ, പിന്നെ കല്യാണം, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലാണ്ട് വരുമ്പോഴത്തേക്ക് ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. എല്ലാവരും കണ്ടില്ലേ? അമ്മുക്കുട്ടിയാണ് ഇതൊക്കെ എടുക്കണത്. ഫങ്ഷൻ ഇടുന്ന സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ പേടകം തുറക്കണ്ടേ, പേടകം തുറന്നില്ല. ഇതിനകത്ത് ഇതൊക്കെ എൻ്റെ മൂക്കുത്തികളാണേ. ഓരോരോ മൂക്കുത്തികൾ. ഇപ്പോഴാണ് ആഭരണമൊന്നും ഇല്ലാണ്ടായിരുന്നു. നേരത്തെയൊക്കെ ഞാനിങ്ങനെ മാറ്റിയൊക്കെ മൂക്കുത്തിക്ക് ഇടുമായിരുന്നു. ഇപ്പോൾ ഒരെണ്ണത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ തന്നെ ഇടുകയാണ് മൂക്കുത്തികൾ. പാവം ഞാൻ ഇപ്പോൾ ഒന്നിലും ഇടുന്നില്ല. ഇതാണ് എൻ്റെ മൂക്കുത്തി കളക്ഷൻസ്. ഒരുപാടുണ്ട് കേട്ടോ, വേറെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മാലകൾ കാണിച്ചു തരാം. ഫങ്ഷനൊക്കെ ഇടുന്ന മാലകളെല്ലാം ആകേതായിട്ട് നിൽക്കുക. കണ്ടോ? ഇഷ്ടമായോ എല്ലാവർക്കും? ഇതൊരു മാലയാണ്. എൻ്റെ ലാസ്റ്റ് എല്ലാം കൂടി കാണിച്ചു തരാം കേട്ടോ. എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് ആ ഡെയിലി യൂസിനകത്തുള്ളതിനകത്ത് ഇട്ടുപോയി.
ഇത് എന്തെങ്കിലുമൊക്കെ ഒറ്റ മാലയായിട്ടൊക്കെ അല്ല അമ്പലങ്ങളിലോ പള്ളികളിലൊക്കെ പോകുമ്പോഴത്തേക്കും എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഒരെണ്ണം മാത്രമായിട്ട് ഇടാനായിട്ടുള്ളതാണ്. അങ്ങനെ ഇടുന്നതാണ്. ഇതും അതേപോലെ തന്നെ സിംഗിളായിട്ട് സെറ്റിങ്ങിനൊക്കെ കൊടുക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരെണ്ണം സിമ്പിളായിട്ട് ഇടാനായിട്ടുള്ള ഒറ്റൊരു മാലയാണ്. പിന്നെയുള്ളത് ഫങ്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് ഇതേപോലെ കണ്ട. ഞാൻ മിക്കതിനകത്തും സാരിയൊക്കെ കൊടുത്തേക്കണതിനകത്തൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നണം കേട്ടോ. ഇതേപോലെ വേറൊരു മാല. ഇതൊക്കെ ഫങ്ഷൻ, കല്യാണം, ഉള്ളി കല്യാണം അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രമാണ് കേട്ടോ ഇതൊക്കെ ഇടുന്നത്. ഇതൊരു വലിയ മാലയാണ്. എപ്പോഴൊന്നും ഇടാറില്ല. ഇതേ ഈ പറഞ്ഞ പോലെ ഫങ്ഷൻസിന് മാത്രം, ഉള്ളി മാരേജ് മാത്രം ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാത്തിനൊന്നും ഇടാറില്ല. പിന്നെ പള്ളികളിലാണെങ്കിലും അമ്പലങ്ങളിലാണെങ്കിലും ഉത്സവമൊക്കെ വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ഏതെങ്കിലും ചെറിയ ഇതേപോലെയുള്ള ഇത്രയും ആർഭാടമൊന്നും അന്നേരം ഇടാറില്ല. അത് കല്യാണം, ഉള്ളി കല്യാണം മാത്രം. പിന്നെ ഇത് കണ്ടോ, ഡയമണ്ട് ആണ് ഇത്. ഇതിൻ്റെ കൂടെ വളയും. ഡയമണ്ട്സ് വളയും കണ്ട. പിന്നുള്ളത് പാസരം. പാസരം 2-3 ഉണ്ട്. കറുത്ത മുത്തിൻ്റെ പാസരം, അത് എടുത്തില്ല, താഴ്ത്തിരിക്കുക. പാസരം ഇതൊന്നും ഡെയിലി യൂസിലൊന്നും ഇടാറില്ല. ഡെയിലി പോകുമ്പോഴത്തേക്കൊന്നും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കൊക്കെ വരുമ്പോഴത്തേക്കാണ് ഇടുന്നത്. വളകളാണേ. വളകൾ കുറവാണ് കേട്ടോ. തടവണ, ചെറിയ വള, ഇത് മറ്റേ കീ കൊടുത്ത് എടുക്കുന്നതാണ്. അത് ഒരു കല്ലിൻ്റെ വള. പിന്നെ ഡെയിലീസിനുള്ള വള താഴ്ത്തണം, അത് എടുത്തില്ലേ. ഡെയിലീസിനുള്ള വളകൾ കുറവാണ് കേട്ടോ. പിന്നെ ഇത് മാലയുടെ ഒപ്പം കാണിച്ചില്ലേ, ഇത് ഒരു മാലയാണ്. ഇതും ഫങ്ഷൻ, ഇത് സിമ്പിളായിട്ട് അല്ല വിഷു ഓണമൊക്കെ വരുമ്പോഴത്തേക്ക് സെറ്റിങ്ങൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഇടാൻ പറ്റുന്ന ഒരു മാലയാണ്. ഇതും ഒരു മാലയാണ്. പിന്നെ എന്താ പറയുക, എന്തൊക്കെ ഉണ്ടെങ്കിലും അതേലെ കയ്യിലുണ്ടാകും. കൈ ഒന്നും ഇടണതും കമ്മൽ ഇതൊന്നും ഇടണമെന്നും എനിക്കിഷ്ടമല്ല. ഒന്നുമില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ ഡെയിലി യൂസിന് ഇപ്പോൾ പോകുമ്പോഴത്തേക്ക് ഇടാണ്ട് പറ്റില്ലല്ലോ. അങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഇടുന്നല്ലാണ്ട് ആർഭാടമായിട്ട് ഇടുന്നതും അങ്ങനെയൊന്നും ഇഷ്ടമല്ല. ഇതൊക്കെ ഇങ്ങനെ കാണുക, ആവശ്യങ്ങൾക്ക് കല്യാണത്തിനൊക്കെ ഒരെണ്ണം, ഇത് ഒരുപാടൊന്നും ഇടണമെന്നും എനിക്കിഷ്ടമല്ല. അതാണ് കേട്ടോ. ഇതാണ് അപ്പോൾ എൻ്റെ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ താഴെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളൊക്കെ താഴത്ത് ഇട്ടേക്കണം കേട്ടോ. നിങ്ങളുടെ ഏത് കമൻറ്റാണ്